മനുഷ്യരുടെയൊക്കെ ജീവിതം തന്നെ വലിയൊരു യാത്രയാണ്. ഒന്നുകിൽ നമുക്ക് മുന്നേ പോയവർ പോയ വഴികളിലൂടെ, അതല്ലെങ്കിൽ ആരും പോകാത്ത വഴികൾ സ്വയം കണ്ടെത്തി അതിലൂടെ ഒരു യാത്ര. രണ്ടായാലും വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും ആ യാത്രയുടെയൊക്കെ അവസാനം ഒരു വിശ്രമമുണ്ട്, സുദീർഘമായ ഒരു വിശ്രമം. അതിന് ആരായാലും വിശ്രമിച്ചേ പറ്റൂ, പിന്നെ യാത്രയില്ല. ആ വിശ്രമത്തിന് മുമ്പ് പരമാവധി ദൂരം പോകാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. വഴികൾ പലതും ദുർഘടം പിടിച്ചതാകും, ലക്ഷ്യമെത്താതെ അത് അവസാനിപ്പിക്കരുത്. ചിലരെ കണ്ടിട്ടില്ലേ, വഴി മോശമാകുമ്പോൾ ആ യാത്ര അവിടെ വെച്ച് മതിയാക്കാമെന്നേ ഉള്ളൂ. തിരിച്ചു പോകാൻ നമുക്കൊരിക്കലും കഴിയില്ല. പിന്നെന്തിനാണ് നമ്മൾ ആ യാത്ര മതിയാക്കുന്നത്? പോകട്ടെ, പരമാവധി ദൂരം പോകട്ടെ. ഇടയ്ക്ക് ചിലപ്പോൾ നല്ല സഹയാത്രികരെ കൂട്ടിന് കിട്ടിയേക്കും. അങ്ങനെയാണെങ്കിൽ ആ യാത്രയുടെ മധുരം ഇരട്ടിയാകും. ആരെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ തനിയെ പോവുക. തുടങ്ങിയത് തനിയെയല്ലേ, പിന്നെന്താ? ഒടുവിൽ സുദീർഘമായ ആ വിശ്രമത്തിന് മുമ്പ് തളർന്നിരിക്കുന്ന ഒരു കാലമുണ്ടാകും എല്ലാ പേർക്കും. അന്ന് കണ്ണടച്ചു മയങ്ങാൻ മധുരോർമ്മകളുടെ മനോഹരമായൊരു കിടക്കയുണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ ഭാണ്ഡക്കെട്ടിലേക്ക് അതിനുള്ള സാമഗ്രികൾ ഇപ്പോഴേ കരുതി വയ്ക്കണം. യാത്രയുടെ എല്ലാ നിമിഷങ്ങളിൽ നിന്നും ഏറ്റവും മനോഹരമായ ഓർമ്മകൾ പെറുക്കിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കണം. ആ ഓർമ്മകളുടെ നനുത്ത പഞ്ഞിമെത്തയിൽ മൃതിക്ക് മുന്നേ ഇത്തിരി നേരം വിശ്രമിക്കാം നമുക്ക്.